ഹലോ, ടേസ്റ്റി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്വാദിഷ്ടമായ ചെമ്മീൻ ഉളുത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ: ചൂടൻ ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കിയത്, സവാള 2 ചെറുതായി അരിഞ്ഞത്, 2-3 പച്ചമുളക്, 2 കഷ്ണം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, തക്കാളി 1 വലുത് ചെറുതായി അരിഞ്ഞത്, വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചട്ടി വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ആദ്യം വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതിടാം. അത് അല്പം വാടി കഴിയുമ്പോഴേക്കും നമുക്ക് സവാള ചെറുതായി അരിഞ്ഞത് ഇടാം. 2 സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. അതൊന്ന് വാടി നേരെ കളർ വരുമ്പോൾ നമുക്കതിൽ തക്കാളി ഇടാം. ഉപ്പ് ഇപ്പോൾ ആദ്യം ഇടുന്നത് ഇത് വേഗം വഴറ്റാൻ വേണ്ടിയാണ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് വാടി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളിടാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി നമുക്ക് 2 ഇതള് വേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ അതിൽ വെളുത്തുള്ളി സവാള എല്ലാം പൊരിയുന്നതിൻ്റെ ഒരു എല്ലാ മണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെയിലേക്ക് നമുക്ക് തക്കാളി ഇടാം. ഇനി നന്നായി ഇളക്കി അത് വഴറ്റിയെടുക്കുക. ഇങ്ങനെ ഉടക്കുന്നത് നല്ലതാണ്. അപ്പോൾ തക്കാളി നന്നായിട്ട് അതിൽ മിക്സായിക്കോ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് കോരിയിടാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ഇളക്കി അതിലുള്ള മസാലയുടെ കൂടെ ചേർത്ത് ഇളക്കാം. ഇങ്ങനെ കയ്യിലോട്ട് തന്നെ ഇങ്ങനെ കുത്തി വെക്കുക. ഇനി മൂടി വെക്കുക. തീ കുറച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്നും കൂടി ഇളക്ക് മിക്സ് ചെയ്യണം. അങ്ങനെ 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചെമ്മീൻ കറി റെഡി. ചെമ്മീൻ വറുത്തത് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാവുന്നതാണ്. ഇത് നമുക്കൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. ചെമ്മീനുള്ളത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇത് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഊണ് കഴിക്കുമ്പോൾ ഇത് മാത്രം ഉണ്ടെങ്കിൽ എന്തോരം വേണമെങ്കിലും ചോറ് തിന്നാം. ഇത് കണ്ടിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അടുത്തൊരു സീ ഫുഡുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ബൈ ബൈ.